അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണർന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, ദൈവത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം നൽകി തന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. അപ്ഡേഷൻ ഇല്ലാത്ത ഏക ദൂത് സുവിശേഷ ദൂത് മാത്രമാണ്. കാരണം അങ്ങനെ പറയാനുള്ള കാരണം, അത് സുവിശേഷ സന്ദേശവും സുവിശേഷ പ്രവർത്തനങ്ങളും, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും സദാകാലത്തും ഒരുപോലെ തന്നെയാണ് ഉള്ളത്. കാരണം എബ്രായ ലേഖനം 13-8 യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യൻ തന്നെ എന്ന് നമ്മൾ വായിക്കുകയാണ്. വെളിപ്പാട് 1-8 കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്ന ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, ആദ്യനും അന്ത്യനുമാകുന്നു എന്നാണ്. അതുകൊണ്ട് കർത്താവ് എല്ലാ കാലത്തും ഒരുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ദൈവം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് മുതൽ ദൈവത്തിന് സ്വഭാവങ്ങൾക്കൊന്നും വ്യത്യാസം വന്നിട്ടില്ല. അത് അനാദികാലമായിട്ടും ശാശ്വതവാസിയായിട്ടും ദൈവമായിട്ട് തന്നെ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം, ദൈവജനത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ആത്മപകർച്ച ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് എടുത്ത് ദൈവത്തിൻ്റെ ദാസൻ പത്രോസ് പറയുന്നൊരു ഭാഗം 11-15 നമ്മൾ വായിക്കുന്നുണ്ട്. 10 കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടന്നതിനെക്കുറിച്ചുള്ള ആ ചിന്തകളോടെ ആ റോമ വിശുദ്ധന്മാരുടെ നടുവിൽ പറയുമ്പോൾ ആദിയിലെന്ന പോലെ എന്നൊരു പ്രയോഗം നമ്മൾ കാണുന്നു. അപ്പോസ്തലപ്രവൃത്തി 11-15. ആദിയിലെന്ന പോലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ആദിയിൽ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചതുപോലെ തന്നെ അതേ സ്വഭാവത്തിൽ, അതേ നിലയിൽ, അതേ അനുഭവത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു എന്നല്ലേ ദൈവത്തിൻ്റെ ദാസൻ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്? ആദിയിലെന്നതുപോലെ. അതേ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് കാലത്തും ഒരുപോലെ തന്നെയാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അപ്പോസ്തലരുടെ പുസ്തകത്തിൽ 1-2 അധ്യായങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതെന്താണ് നമ്മൾ വായിക്കുന്നത്? അപ്പോസ്തലരുടെ പുസ്തകം 2 അധ്യായത്തിൻ്റെ 33 ഇങ്ങനെ പത്രോസ് അപ്പോസ്തലൻ തൻ്റെ പ്രഭാഷണത്തിൽ ഓർപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും വന്നു എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കാണുകയും കേൾക്കുകയും ചെയ്തത് പകർന്നു തന്നു. അപ്പോൾ കാണുവാനും കേൾക്കുവാനും അപ്പോൾ തന്നെ സംസാരിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 1-8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളെ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നു. ഞാൻ പറയട്ടെ, അതേ ആദിമ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആദിമ സഭയിലുണ്ടായ അവസരത്തിൽ കാണുന്നത് പോലെ കാണുകയും കേൾക്കേണ്ടതുപോലെ കേൾക്കുകയും സംസാരിക്കേണ്ടതുപോലെ സംസാരിക്കുകയും ചെയ്ത അനുഭവങ്ങൾ അതെന്നും ഒരുപോലെ തന്നെ നിലനിൽക്കുന്ന അനുഭവങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് പറയുന്നത്, കർത്താവിൽ നിന്ന് കേൾക്കുവാനുണ്ട്, കർത്താവിൽ നിന്ന് കാണുവാനുണ്ട്, കർത്താവിനെ സ്പർശിക്കാനുണ്ട്. 1 യോഹന്നാൻ്റെ ലേഖനം 1-1 ആദി മുതലുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ കേട്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നോക്കിയത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കൈ തൊട്ടതുമായിട്ടുള്ള ജീവന്റെ വചനമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അനുഭവമാണ്. അത് അനുഭവത്തിൽ നിന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ ആ നിലയിൽ സംസാരിപ്പാൻ തക്കവണ്ണമിടയായിത്തീരുന്നത്. വാസ്തവത്തിൽ ഈ അനുഭവങ്ങളെന്ന് പറയുന്നത് കർത്താവിൽ നിന്ന് നമുക്ക് പ്രാപിക്കുന്ന, കർത്താവിൽ നിന്ന് കേൾക്കുന്ന, കർത്താവിനിൽ നിന്ന് കാണുന്ന ആ ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ്. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യപുത്രന് സദൃശ്യനായ ഒരുവനെ കണ്ടുവെന്ന് പറയുമ്പോൾ
ആ കാഴ്ചയിൽ, ദൈവകുമാരനെ കുറിച്ചുള്ള കാഴ്ചയിൽ അവൻ്റെ കണ്ണ് അഗ്നിജാല എന്ന് പറഞ്ഞിരിക്കുന്നു, ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ എന്ന് പറഞ്ഞിരിക്കുന്നു. അതേ കർത്താവിനെ കാണുമ്പോൾ, കർത്താവിൽ നിന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് അവിടെയൊക്കെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്നത്തെ സന്ദേശം എന്താണ്? ദൈവത്തിൽ നിന്ന് കാണുന്നത്, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് സംസാരിക്കുന്നത് അതൊരു അനുഭവം തന്നെയാണ്. അതുതന്നെ ഒരു അനുഭവമാണ്. കാരണം ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ മുമ്പിൽ വസ്തുതകളെ നന്നായിട്ട് നമുക്ക് അനുഭവപ്രദമായിട്ടുള്ള നിലയിൽ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ഭാഗങ്ങൾ തിരുവചനത്തിൻ്റെ ഭാഗത്തൂടെ നമുക്ക് ശ്രദ്ധിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് രാവിലെ സമയം ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, എന്നിൽ കൂടെ സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണമേ, എന്നിൽ കൂടെ സംസാരിക്കണമേ, എന്നിൽ നിന്ന് കേൾക്കണമേ, എന്നിൽ കൂടെ കേൾക്കണമേ, എനിക്ക് കേൾക്കണമേ, എന്നിൽ കൂടെ കേൾക്കണമേ, എനിക്ക് കാണണമേ, എന്നിൽ കൂടെ കാണണമേ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയൂടെ ആയിരിക്കണം: കർത്താവേ, എന്നിൽ നിന്ന് അങ്ങേ കേൾക്കുവാൻ, എന്നിൽ നിന്ന് അങ്ങയുടെ സൗന്ദര്യം മറ്റുള്ള ആളുകൾ ദർശിക്കുവാൻ, എന്നിൽ നിന്ന് മറ്റുള്ള ആളുകൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണമെന്നുള്ള ഒരു പ്രാർത്ഥന അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1:16 വാക്യത്തിൽ, തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ജാതിയുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നു. അതേ സുവിശേഷം ജാതിയുടെ ഇടയിൽ അറിയിക്കുവാൻ തക്കവണ്ണം കർത്താവ് പൗലോസിൽ വെളിപ്പെടുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അതുതന്നെയാണ് കൊലോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന 1:27 വാക്യത്തിൽ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. ഇന്നത്തെ സന്ദേശത്തിന് 2 തലങ്ങളാണുള്ളത്. ഒന്ന്, ദൈവത്തിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്നു, ദൈവത്തിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ സംസാരങ്ങൾ, ദൈവത്തിൻ്റെ ദൂതുകൾ ദൈവം തന്നെ ഇടപെടുന്നു, സംസാരിക്കുന്നു. രണ്ടാമത്തെ ഇന്നത്തെ മെസ്സേജിൻ്റെ 2ാമത്തെ തലമെന്ന് പറയുന്നത്, നമ്മളിലൂടെ കേൾക്കുക, നമ്മളിലൂടെ കാണുക, നമ്മളിലൂടെ വസിക്കുക, നമ്മൾ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുക. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം: കർത്താവേ, എന്നിൽ കൂടെ സംസാരിക്കണമേ, എന്നിൽ കൂടെ ഇടപെടണമേ, എന്നിൽ കൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരണമെന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു പ്രാർത്ഥനയായിട്ടാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ നാമം നമ്മളിൽ കൂടെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.